കേരളത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ അത്ര വേഗം മറക്കാൻ കഴിയുന്നതല്ലല്ലോ. ഇവിടെ അദ്ദേഹം അങ്ങനെ പറയാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളല്ല. സാധാരണ എനിക്ക് നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്താണ് ഈ ബി ജെ പിയോട് സ്വീകരിച്ചുള്ള സമീപനം? ബി ജെ പി എന്ന് പറയുന്നത് RSS നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ബി ജെ പി എന്നുള്ളൊരു 3 അക്ഷരമല്ല, RSSൻ്റെ നേതൃത്വമാണ് അവരെ നയിക്കുന്നത്. എങ്ങനെയാണ് ബി ജെ പിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്? ബി ജെ പിയെ നേരിടാനുള്ള ശക്തി ഇന്ന് പലയിടത്തും നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്കില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ബി ജെ പി എതിർക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കണം. ആ കാര്യം ചെയ്തോ കോൺഗ്രസ്? ഒന്നിച്ചു നിൽക്കാൻ സന്നദ്ധയുള്ളവരെയൊക്കെ അകറ്റിക്കളഞ്ഞില്ലേ? ഇപ്പോൾ 10 വർഷം മുൻപുള്ള വല്ലാത്തൊരു ദുരവസ്ഥ, അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന കേരളം പടുത്തുയർത്താൻ ആയത്. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യവും ഉയർത്തിപ്പിടിച്ച് നാടിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും സാധ്യമാക്കുന്ന തുടർച്ച ഉറപ്പിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ചരിത്ര സന്ദർഭമായാണ് ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത്. വികസനവും ജനക്ഷേമവുമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ചർച്ചാ വിഷയം. അസത്യം പ്രചരിപ്പിച്ചും വർഗീയതയെ കൂട്ടുപിടിച്ചും ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് വലതുപക്ഷം ശ്രമിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് സർവ്വതും വിറ്റുതുലക്കുന്ന കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നവ ലിബറൽ നയങ്ങൾക്ക് ബദലില്ലെന്ന പൊതുനിരാശാബോധം കേരളീയർക്ക് മുന്നിലില്ല. ലോകത്തിന് മാതൃകയായ മാനവിക ബദൽ പ്രായോഗികമാണെന്ന് ഈ 10 വർഷം കൊണ്ട് കേരളം തെളിയിച്ചിരിക്കുന്നു. അധികാരത്തിലെത്തിയാൽ പ്രകടന പത്രിക ചവറ്റുകുട്ടയിലെറിയുന്ന വലതുപക്ഷ രാഷ്ട്രീയ സംസ്കാരം ഇന്ന് കേരളത്തിന് അന്യമാണ്. ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായി വോട്ട് ചെയ്യാനെത്തുന്ന തലമുറക്ക് 10 കൊല്ലം മുൻപത്തെ ദുരനുഭവങ്ങൾ അത്ര കണ്ട് ഓർമ്മയുണ്ടാകണമെന്നില്ല. സമസ്ത മേഖലകളിലും ആ ഘട്ടത്തിൽ മുരടിപ്പിൻ്റെ കാഴ്ചയായിരുന്നു. സമ്പൂർണ്ണ തകർച്ചയാണ് UDF കേരളത്തിന് സമ്മാനിച്ചിരുന്നത്. നിയമന മരവിപ്പ്, പൊതുമേഖലയുടെ തകർച്ച, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണ സംവിധാനം, കാർഷിക വ്യാവസായിക രംഗങ്ങളിലെ മുരടിപ്പ്, വ്യവസായങ്ങൾ കടന്നു വരുന്നതിലെ വൈമുഖ്യം, അതിഗുരുതരമായ സാമ്പത്തിക തകർച്ച, വാർഷിക പദ്ധതികളുടെ സ്തംഭനം, മൂലധന ചെലവിനും ഫണ്ടില്ല, ആ തരത്തിലുള്ള വികസന മരവിപ്പ്, ഫണ്ടിൻ്റെ പിൻബലമില്ലാത്ത ബജറ്റ് പ്രഖ്യാപനങ്ങൾ, നികുതിയേതര വരുമാനങ്ങൾ ഉയർത്താൻ
ഭരണ നടപടിയില്ലാത്ത അവസ്ഥ ഇങ്ങനെ പോവുകയായിരുന്നു അക്കാലത്തെ കാര്യങ്ങൾ. 18 മാസം വരെയായിരുന്നു UDF സർക്കാർ വരുത്തിയ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. ആരോഗ്യരംഗം അന്നാണ് വെന്റിലേറ്ററായത്. ഡോക്ടർമാരും മരുന്നുകളും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം ആശുപത്രികളുടെ അന്നത്തെ ശോചനീയാവസ്ഥ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ പറ്റുന്നതല്ല. വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോയി. പാഠപുസ്തകങ്ങൾ പോലും കൃത്യമായി നൽകാത്ത അവസ്ഥ. കുട്ടികൾ പാഠപുസ്തകങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിക്കേണ്ടി വന്ന ഗതികേട്. ലാഭകരമല്ല എന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നില്ല. കണ്ണായ സ്ഥലങ്ങളിലെ സ്കൂളുകളുടെ സ്ഥലം വിൽപ്പന നടത്താൻ മാനേജർമാർക്ക് ഒത്താശ ചെയ്ത സംഭവങ്ങൾ. ആ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലക്കായി പ്രത്യേക പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈസ്കൂൾ അധ്യാപകന് വരെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കാൻ ശ്രമിക്കുന്ന നിലയായിരുന്നു അക്കാലത്ത്. വ്യവസായ മേഖലയെ മുച്ചൂടും മുടിക്കുന്ന അവസ്ഥയുണ്ടായി. വൈദ്യുതി രംഗത്ത് സമ്പൂർണ്ണ പരാജയം. ലോഡ് ഷെഡിങ് വ്യവസ്ഥാപിതമാക്കുന്നില്ല. പൊതുവിതരണ രംഗം നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. UDF പൊതുഗതാഗത രംഗവും കട്ടപ്പുറത്താക്കി. ആ ഇരുണ്ട കാലത്ത് നിന്നാണ് കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം LDF സർക്കാർ ഏറ്റെടുത്തത്. അവിടെ നിന്നാണ് തകർന്നു കിടന്ന ഓരോ മേഖലയും പുനരുജ്ജീവിപ്പിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. സാധാരണക്കാരോടുള്ള LDF സർക്കാരിൻ്റെ കരുതൽ ഏറ്റവും വ്യക്തമായ മേഖലയാണ് ആരോഗ്യമേഖല. ഇവിടെ LDF UDF ഭരണകാലയളവിലെ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളുടെ താരതമ്യം നന്നാകും. ഇത്തരമൊരു മാറ്റം എത്രത്തോളം വലുതായി ഉണ്ടായി എന്നത് മനസ്സിലാക്കാൻ ആ താരതമ്യം സഹായിക്കും. 2016 UDF പടിയിറങ്ങുമ്പോൾ ആരോഗ്യമേഖലക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. എന്നാൽ LDF ഭരണത്തിലത് 3000 കോടിയിലധികമാക്കി. ആർദ്രം മിഷൻ എന്ന ഒരു മിഷൻ പ്രവർത്തനം അത് ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഉടച്ചു വാർക്കുന്നതിനാണ് ഇടയാക്കിയത്. ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിലാണ് ഇതിലൂടെ വർദ്ധിപ്പിക്കാനായത്. ആരോഗ്യമേഖലയിൽ ആവശ്യമായ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്ന നിലയുണ്ടായി. മരുന്ന് ക്ഷാമം
പൂർണ്ണമായും ഇല്ലാതാക്കി. സർക്കാർ ആശുപത്രികളെ കൂടുതൽ രോഗീ സൗഹൃദമാക്കി മാറ്റി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ ആധുനിക സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി. ആർദ്ര മിഷൻ്റെ ഭാഗമായി 770 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ലക്ഷ്യമിട്ടിരുന്നത് 886 ആണ്. ബാക്കിയുള്ളവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതുകൂടാതെ 152 ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 91 സ്ഥാപനങ്ങളുടെ നവീകരണം പൂർത്തീകരിക്കാനായി. ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ 5416 എണ്ണമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ 356 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമാക്കാനായി. ഇതെല്ലാം പുതിയ ഇടപെടലുകളാണ്. ഗ്രാമീണ മേഖലയിലെ ആശുപത്രികൾ ഒരു ഭാഗത്ത് വികസിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊരുക്കുന്നു. മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിനു വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്നു. കോന്നി, ഇടുക്കി, വയനാട് ഈ പുതിയ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കാനായി മികച്ച സൗകര്യങ്ങൾ ഇവിടങ്ങളെല്ലാം ഒരുക്കി. അതിൻ്റെ ഫലമായി സംസ്ഥാനത്തെ 160-ലധികം ആശുപത്രികൾക്കാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് NQAS അംഗീകാരം ലഭിച്ചത്. കിഫ്ബിയിലൂടെ 10,000 കോടിയിലധികം രൂപ, നബാർഡിലൂടെ 1000 കോടിയിലധികം രൂപ, ഇതെല്ലാം ആരോഗ്യമേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രം ചെലവഴിച്ചതാണ്. നമ്മുടെ സംസ്ഥാനത്ത് വന്ന മറ്റൊരു മാറ്റം താങ്ങാനാവാത്ത ചികിത്സ ചിലതുണ്ടായിരുന്നു. സ്വകാര്യ ആശുപത്രികളിൽ മാത്രം നടത്തി വന്നിരുന്ന ചികിത്സ. എന്നാൽ ഇന്ന് സർക്കാർ ആശുപത്രികളിലും അത്തരം ചികിത്സകൾ നടത്തുകയാണ്. ഇവിടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ 2022 ആരംഭിച്ച് ഇതിനകം 10 കരൾ മാറ്റൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ. ഇത് ജില്ലാ ആശുപത്രികളുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പോൾ എല്ലായിടവും കാത്ത് ലാബ് സ്ഥാപിക്കാനാണ് ലക്ഷ്യമിട്ടത്. 12 ജില്ലകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രതിമാസം 1500-ലേറെ എൻജിയോപ്ലാസ്റ്റികൾ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലും നടക്കുകയാണ്. ഇപ്പോൾ ഡയാലിസിസ് സൗകര്യമുള്ള DHS ആശുപത്രികളുടെ എണ്ണം നേരത്തെ 8 ഇപ്പോഴത് 123 വർദ്ധിച്ചു. ഇന്ന് പ്രതിമാസം
54,000 64,000 ഡയാലിസിസുകൾ സർക്കാർ മേഖലയിൽ മാത്രം നടക്കുക. ചികിത്സാ രംഗത്തെ ചെലവുകൾ സാധാരണക്കാരെ കടക്കണിയിലാക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ കടക്കണിയിൽ ആകാതിരിക്കാൻ സമാനതകളില്ലാത്ത ഇടപെടലാണ് സർക്കാർ നടത്തിയത്. സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ നടത്തിയ ചെലവ് പരിശോധിച്ചാൽ UDF കാലത്ത് ഒരു കുടുംബത്തിന് പരമാവധി 30,000 രൂപയുടെ പരിരക്ഷയാണ് ലഭിച്ചിരുന്നത്. LDF സർക്കാർ ഒരു വർഷം 5 ലക്ഷം രൂപയായി ഉയർത്തി. പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളുടെ എണ്ണം UDF കാലത്ത് 28 ലക്ഷം, LDF കാലം 42.5 ലക്ഷം. 22ഉം 42യും തമ്മിലുള്ള വ്യത്യാസം നാം കാണേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തിൽ UDF ഭരണത്തിൽ ആകെ നൽകിയ സൗജന്യ ചികിത്സ 660 കോടി രൂപയുടേതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ 5 വർഷം കൊണ്ട് 24,78,000 ആളുകൾക്ക് ആകെ 8,425 കോടിയുടെ സൗജന്യ ചികിത്സ LDF സർക്കാരിന് നൽകാനായി. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല രീതിയിൽ സൗജന്യ ചികിത്സ നടത്തുന്ന സംസ്ഥാനമാക്കി ഉയർത്തുന്നതിന് സഹായിച്ചതാണ്. സർക്കാരിൻ്റെ ഇത്തരം ഇടപെടൽ കേരളത്തിലെ ജനങ്ങളുടെ ചികിത്സാ ചെലവിൽ 60% കുറവുണ്ടായി എന്നാണ് കേന്ദ്ര ഏജൻസിയായ NSSO അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. UDF കാലത്ത് 2016 സർവേ പ്രകാരം ഗ്രാമീണ മേഖലയിൽ കുടുംബത്തിൻ്റെ ചികിത്സാ ചെലവ് 17,054 രൂപയായിരുന്നു. നഗരമേഖലയിൽ 23,123 രൂപയായിരുന്നു. എന്നാൽ 2024 എടുത്താൽ ഇതേ NSSO റിപ്പോർട്ട് പ്രകാരം ഇത് ഗ്രാമീണ മേഖലയിൽ 10,929 രൂപയായി. നഗരമേഖലയിൽ 13,140 രൂപയായി കുറയാനുണ്ടായത്. നല്ല കുറവ് ഇതിൽ സംഭവിച്ചുവെന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ഇടതുപക്ഷ ബദൽ. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സൗജന്യ ചികിത്സ, ഇതെല്ലാം ഒരുക്കിയതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്തെ ആരോഗ്യ സൂചികകളിൽ വ്യക്തമായി കാണാനാകും. ഇപ്പോൾ മാതൃമരണ നിരക്ക് 2015-16 കാലത്ത് 43 അത് ഇപ്പോൾ 43ൻ്റെ സ്ഥാനത്ത് 19 കുറഞ്ഞു. ശിശുമരണ നിരക്ക് നേരത്തെ 12 അത് 5 ചുരുങ്ങി. ഇതാണ് അമേരിക്കയെ നാം കവച്ചു വെച്ചു എന്ന് പറയുന്നത്. അമേരിക്ക 5.6, നമ്മൾ 5 ആധുനിക
സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഇ ഹെൽത്ത് പദ്ധതി 1082 സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ജനങ്ങളെ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് ഇടപെടൽ ഉണ്ടായി എന്നാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ ഭാഗമായി മറ്റൊരു കണക്കിൽ കാണാൻ സാധിക്കുക, UDF ഭരണത്തിൻ്റെ കാലത്ത് അവസാന വർഷമായ 2015-16 സർക്കാർ ആശുപത്രികളിലെ OP രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 8,30,00,000 എന്നാൽ 24-25 അത് 12,63,00,000 ഉയർന്നു. അതാണ് ആരോഗ്യരംഗത്തെ കണക്കുകൾ കാണിക്കുന്നത്. തകർന്നടിഞ്ഞ ഒരു ഭൂതകാലം, അതിൽ നിന്ന് പ്രത്യാശയുടെയും വികസനത്തിൻ്റെയും പുതിയ തീരങ്ങളിലേക്ക് കേരളത്തെ നയിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് വസ്തുത. നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ഈ ജനകീയ നയങ്ങൾ തുടരേണ്ടതുണ്ട് എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 10 വർഷം മുൻപുള്ള വല്ലാത്തൊരു ദുരവസ്ഥ, അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന കേരളം പടുത്തുയർത്താൻ ആയത്. എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നാട്ടിലെ ഓരോ ആളും അത് മുഴുവൻ നേരിട്ട് അനുഭവിക്കുന്നതാണ്. എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കുന്നു. എല്ലാ കുടുംബങ്ങളും വികസനത്തിൻ്റെ സ്വാദറിയുന്നു. ആശുപത്രികൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, നല്ല മാറ്റമുണ്ടായി. കേരളത്തിലെ റോഡുകളും പാലങ്ങളും എടുത്താൽ സമാനമായ സ്ഥിതി തന്നെയാണ്. സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചാലോ അതും വലിയ മാറ്റം. സർക്കാർ സേവനങ്ങൾ വൻ മാറ്റം കൈവരിക്കാനായിരിക്കുന്നു. വയോജനങ്ങളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംതൃപ്തമായ മുഖങ്ങളാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് കേരളത്തിന് LDF നൽകിയ സംഭാവന. ഈ പുരോഗതിക്ക് തടയിടാൻ പഴയ ഇരുണ്ട കാലത്തേക്ക് നാടിനെ വലിച്ചു കൊണ്ടുപോകാനും വലതുപക്ഷം വലിയ ശ്രമമാണ് നടത്തുന്നത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. നാടിൻ്റെ ഭാവിയുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അവ നിർവഹിക്കുകയും പുതിയ തലമുറയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർത്തുകയുമെന്ന ഉത്തരവാദിത്വമാണ് LDF ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തിളക്കമുള്ള വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ പിന്നോട്ടേക്ക് വലിക്കുന്ന രാഷ്ട്രീയത്തിന് ഉചിതമായ മറുപടി ഈ 10 വർഷത്തെ അനുഭവം തന്നെയാണ്. തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നാട് നയിക്കാൻ LDFന് സാധ്യമായി എന്നാണ് ജനങ്ങൾ കരുതുന്നത്.
അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല തോതിൽ LDFനെ പിന്താങ്ങുന്ന അവസ്ഥയാണുള്ളത്. നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും LDF തുറന്നാൽ മാത്രമേ ഫലമുണ്ടാകൂ. ഈ നടന്ന നടപടികൾ തുടർച്ചയുണ്ടാകണം. ഇതെല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയാണ് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മുന്നേറ്റത്തോടെ LDFന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് ആമുഖമായി പൊതുവിൽ പറയാനുള്ളത്. ചികിത്സക്ക് പോകുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങൾക്കാണ്. നിങ്ങൾ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ വികസനം കാണാത്ത ആളാണോ? ഞാനീ പറഞ്ഞ ഏതെങ്കിലും കാര്യം പ്രത്യേകമായി നിഷേധിക്കാൻ കഴിയുന്നതാണോ? എന്തിനാണ് നിങ്ങളത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ ആരോഗ്യരംഗത്ത് വികസനം ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനൊരു കാര്യം പറയാൻ സാധിക്കൂ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന മാറ്റങ്ങളല്ലേ, കൺമുന്നിൽ വന്ന ദൃശ്യങ്ങളല്ലേ ഇതൊക്കെ. എന്തിനാണത് മറച്ചു വെക്കാൻ നോക്കുന്നത്? മാധ്യമം എന്ന് പറയുന്നത് നാടിൻ്റെ വികസന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതല്ലേ. ഏതെങ്കിലും കൂട്ടർക്ക് വേണ്ടി വെറും അസത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാനുള്ള ഒന്നാണോ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ചോദ്യം വന്നത്? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ട് പുതിയ സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെയാണ്. സാമ്പത്തിക സ്ഥിതി ഇപ്പം തന്നെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നികുതിയേതര വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. അത് നമ്മുടെ പൊതു സാമ്പത്തിക നില ഭദ്രമാക്കിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് ആവശ്യമായ അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്ന നിലയാണല്ലോ ഉള്ളത്. നമ്മുടെ കേരളം 2.5%, രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.5%ആണ് കേരളത്തിലെ ജനസംഖ്യ. പക്ഷേ നമുക്ക് ലഭിക്കുന്ന നികുതി വീതം 1.9 മാത്രമാണ്. സാധാരണഗതിയിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കുമെന്നല്ലേ എല്ലാവരും പ്രതീക്ഷിക്കുക. അവിടെ വന്നു കുറവ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കുന്നു. ഏതൊരു സംസ്ഥാനവും വികസന പ്രവർത്തനങ്ങൾക്ക് കടമെടുക്കേണ്ടതായിട്ട് വരും. ആ കടമെടുക്കുമ്പോൾ അതിന് പരിധി ഏർപ്പെടുത്തുകയാണ്, നമുക്ക് വെട്ടിക്കുറവ് വരുത്തുകയാണ്, നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ തടയലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ അനുഭവം പരിശോധിച്ചാൽ വലിയ മാറ്റം വികസന രംഗത്തുണ്ടായി എന്നാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട്. നമ്മൾ കിഫ്ബിയെ പുനർജീവിപ്പിച്ചു. രണ്ട് കൂട്ടരും, ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ആയാലും കിഫ്ബി ആയാലും ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി പൊതുമരാമത്ത് പ്രവർത്തികൾ ചെയ്യുന്നു. കിഫ്ബി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നു. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന കടം കേന്ദ്രത്തിൻ്റെ കടമല്ല. കിഫ്ബി എടുക്കുന്ന കടം കേന്ദ്രത്തിൻ്റെ കടമാണെന്ന് പറഞ്ഞുകൊണ്ട്, ആ കടം കേരളത്തിൻ്റെ കടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കടം സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി കുറയുമെന്നർത്ഥം. അപ്പോൾ എന്താ സംഭവിക്കുക? വായ്പ എടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്കാണല്ലോ. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളിൽ തടസ്സം വരും. ഇതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുണ്ട്. നല്ല വികസനം നമുക്ക് നേടാനും കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കുന്നത് ശരിയാണ്? അതിപ്പോൾ ഓരോ കൂട്ടർ
പ്രചരണം എന്ത് നടത്തണം എന്നുള്ളത് അവരാണല്ലോ തീരുമാനിക്കുക. പക്ഷേ ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അതറിയാം. ആ പ്രശ്നം ആദ്യം ഉയർന്നു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വെളിപ്പെടുത്തലിലൂടെയാണല്ലോ. ആ ശബരിമലയിലുള്ള ഒരു പീഠം കളവ് പോയി എന്തായിരുന്നല്ലോ ആ വെളിപ്പെടുത്തൽ. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് പുറപ്പെട്ടു. അന്വേഷണം നടന്നപ്പോൾ കൃത്യമായി അതുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കാനായി. പക്ഷേ കണ്ടെടുത്ത സ്ഥലം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടായിരുന്നു. അവിടെ വെച്ചാണത് കണ്ടെടുത്തത്. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശത്തോടെ നടത്തിയ ഒരു പ്രവർത്തനമാണത് എന്ന് വ്യക്തമായി. അതിലൂടെയാണ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അതിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ദേവസ്വം ബോർഡായാലും സംസ്ഥാന സർക്കാരായാലും കൃത്യതയോടെയുള്ള ഒരു സമീപനമെടുത്തു. അത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാവട്ടെ. ഹൈക്കോടതി അതേ നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ ചുമതലയിൽ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ ഹൈക്കോടതി അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്ന നിലയാണുണ്ടായത്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എല്ലാ സഹകരണവും പൂർണ്ണമായി നൽകുന്ന നിലയുണ്ടായി. പിന്നെ അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടേറെ പരാതികൾ വന്നു. ആ പരാതികൾക്കെല്ലാം ഹൈക്കോടതി തന്നെ മറുപടി പറഞ്ഞു, വ്യക്തത വരുത്തി. ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങളുടെ ചുമതലയാണ് അന്വേഷണം നടക്കുന്നത്, ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലും ഈ അന്വേഷണത്തിനില്ല, ഞങ്ങൾക്കാണ് പൂർണ്ണ ചുമതല. ഈ ഉദ്യോഗസ്ഥരെക്കുറിച്ചും അപ്പോൾ ചില പരാതികൾ വന്നിരുന്നു. ഉദ്യോഗസ്ഥർ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളാണ് അവരെ തിരഞ്ഞെടുത്തത്. കഴിവാണ് മാനദണ്ഡം. അതുകൊണ്ട് ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല, എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അതോടെ ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി. പക്ഷേ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പും മറ്റും വരുമ്പോൾ എല്ലാ തരത്തിലും ജനങ്ങളെ കഴിയാവുന്നത്ര തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് നോക്കുന്നവർക്ക് ഇത് ഒരു പ്രചരണായുധമായിട്ട് ഉപയോഗിച്ചേക്കാമെന്ന് മാത്രം. അത് LDFനെ ബാധിക്കുന്നതല്ല എന്താണ് വസ്തുത. ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മോഹൻമാറിനെതിരെ നടപടി കാര്യത്തിൽ എന്തുകൊണ്ടാണ് CPM സംഘടനാ രീതി അനുസരിച്ചുള്ള ഒരു നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാത്തത്? സാധാരണ CPM സംഘടനാ രീതിയിൽ എടുക്കുന്ന ഒരു നടപടിയല്ലല്ലോ അദ്ദേഹത്തിനെതിരെ എടുക്കുന്നത്. CPM സംഘടനാ രീതി അനുസരിച്ച് തന്നെയാണ് നടപടി എടുത്തിട്ടുള്ളത്. ഞങ്ങൾ നടപടി എടുക്കുന്ന പിന്നെ മറ്റേതെങ്കിലും സംഘടന അനുസരിച്ചാണോ? ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചല്ലേ നടപടി എടുക്കുക. അതിനകത്ത് നമ്മൾ കാണേണ്ടത്, ഇവിടെ അന്വേഷണം നടന്നു, ഇവർ ചിലർ പ്രതികളായി, പറഞ്ഞ പത്മകുമാറടക്കമുള്ള ആളുകളും ജയിലിലായി. ആ ജയിലിലായ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വരേണ്ടിയിരുന്നു. കുറ്റപത്രം വരട്ടെ എന്ന് ഞങ്ങൾ കാത്തു നിന്നു. പക്ഷേ കുറ്റപത്രം വരാൻ വൈകി. പത്മകുമാറിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയ ഉടനെ ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തിക്കൊണ്ടേ അന്വേഷണം നടക്കുകയാണിപ്പോൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റു തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ആ സ്ഥിതിയിലാണ് കിടക്കുന്നത്. സംസ്ഥാനത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്ന് ഗീവർഗീസ് മാർ കോറിലോസ് തിരുമേനി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. CPM-ഉം അതോടൊപ്പം തന്നെ BJP-യും തമ്മിലൊരു ഡീലുണ്ട് എന്ന തരത്തിൽ ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ അത് സംശയിക്കത്തക്ക സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ തരത്തിലേക്കൊക്കെ എത്തിയല്ലേ? അത് ശരി. ഈ പ്രചരണം ആരതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം കേരളത്തിൽ തന്നെയല്ല. കേരളത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ അത്ര വേഗം മറക്കാൻ കഴിയുന്നതല്ലോ. ഇവിടെ അദ്ദേഹം അങ്ങനെ പറയാനിടയില്ല എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ.
അങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളല്ല. സാധാരണ എനിക്ക് നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. എന്താണ് ഈ ബി ജെ പിയോട് സ്വീകരിച്ചുള്ള സമീപനം? ബി ജെ പി എന്ന് പറയുന്നത് RSS നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ബി ജെ പി എന്നുള്ളൊരു 3 അക്ഷരമല്ല, RSSൻ്റെ നേതൃത്വമാണ് അവരെ നയിക്കുന്നത്. RSSൻ്റെ നയമാണ് അവരംഗീകരിക്കേണ്ടത്. ഇവിടെ RSS ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. RSSനെതിരെ ബി ജെ പിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് എല്ലാ കാലത്തും ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPIM ആണ്. ആർക്കും നിഷേധിക്കാവുന്ന കാര്യമല്ലത്. അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങളുടെ ഒരുപാട് സഖാക്കൾ ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും മാരകമായി പരിക്കേറ്റ് ജീവിക്കുന്ന രക്തസാക്ഷികളായി കിടക്കുന്നവരുണ്ട്. അങ്ങനെയെല്ലാമുള്ള അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ കോൺഗ്രസും UDFും എല്ലാ ഘട്ടത്തിലും RSSുമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ഓർക്കുന്നുണ്ടാവുമല്ലോ. കോലീബി സഖ്യം എന്തായിരുന്നു? കോലീബി സഖ്യം അന്ന് വടകര പാർലമെൻറ്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, 2 സീറ്റ്, പാർലമെൻറ്റിലൊരു സീറ്റ്, അസംബ്ലിയിലൊരു സീറ്റ് ബി ജെ പിക്ക് നൽകുന്നു. ആ സീറ്റുകൾ ബി ജെ പിക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSSും ബി ജെ പിയും UDFനെ പിന്താങ്ങും. ഇതായിരുന്നില്ലേ കരാർ? അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലേ? അത് പുറത്തായിപ്പോയതുകൊണ്ട് ജനങ്ങൾ നല്ലതുപോലെ അതിലിടപെട്ടു. ആ 2 മണ്ഡലവും LDF തന്നെ നല്ല രീതിയിൽ വിജയിച്ചു വന്നു. പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഒരു കാലം UDF ഭരിക്കുന്നു. RSS നേതാവ് UDFൻ്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടി പറയുകയാണ്, നിങ്ങളാ കസേരയിലിരിക്കുന്നത് 41 മണ്ഡലത്തിൽ ഞങ്ങൾ നൽകിയ പിന്തുണ കൊണ്ടാണെന്ന് ഓർക്കണമെന്ന്. അതല്ലേ കോൺഗ്രസിൻ്റെ അനുഭവം? എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്? ഇപ്പോൾ 2016 നേമത്ത് നിന്ന് ബി ജെ പി ജയിച്ചു വന്നല്ലോ. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു ആ അക്കൗണ്ട് തുടങ്ങിയത്? നിയമസഭയിൽ മത്സരം നടന്നപ്പോൾ ആ നിയമം സീറ്റിൽ കോൺഗ്രസിൻ്റെ വോട്ടിനെന്ത് സംഭവിച്ചു? വലിയ ഇടിവല്ലേ കോൺഗ്രസിൻ്റെ വോട്ടിന് പറ്റിയത്? എന്നാൽ വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? ആ ഡീലിൻ്റെ ഭാഗമായിട്ടല്ലേ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത്? അന്നത് വേണ്ടത്ര ആളുകൾക്ക് വ്യക്തമായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ പരസ്യമായ നിലപാടെടുത്തല്ലോ. 2021 പരസ്യമായി പറഞ്ഞല്ലോ, ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും ഇന്ന് നിയമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ലേ
അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കഥ. എന്താണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അവസ്ഥ? എന്താണ് ബി ജെ പിയോട് അവർ സ്വീകരിക്കുന്ന നില? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് ബി ജെ പിയുടെ ബി ടീമായി മാറുന്നത്? എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമല്ലേ? വടക്കേ ഇന്ത്യ, ഡൽഹി ആയിരുന്നല്ലോ ബി ജെ പി ഭരണമില്ലാത്തൊരു നാട്. കെജ്രിവാളും എ പിയുമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് കോൺഗ്രസ് ചെയ്തത്? ബി ജെ പി പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു, ബി ജെ പി ഇതര ഗവൺമെൻറ്റുകളെ വേട്ടയാടുന്നു. അപ്പോൾ അവിടുത്തെ കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഒരു കേസിൽപ്പെടുത്തിയിട്ട്. എന്താ കോൺഗ്രസ് പറഞ്ഞത്? എന്താണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്? ഇയാളെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? കെജ്രിവാളിനെയല്ലേ എന്നല്ലേ ചോദിച്ചത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ്? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തത്. ഇപ്പോൾ കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയല്ലോ. കോടതി നടപടി ബി ജെ പിക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും മുഖത്തേറ്റ അടിയായല്ലേ മാറിയത്. ഇതൊരു ഭാഗം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഒരു സീറ്റും കോൺഗ്രസിനില്ലാത്തൊരു നാടല്ലേ അത്. എന്നാൽ ഉള്ള ശക്തി എന്തിനാണ് ഉപയോഗിച്ചത്? ബി ജെ പി ഒഴിവാക്കാനാണോ? ബി ജെ പി ഒഴിവാക്കാനാണെങ്കിൽ എ പി അല്ലേ സഹായിക്കേണ്ടത്. അവിടെ അതിശക്തമായി എ പി എതിർക്കല്ലേ ഇത്. അങ്ങനെ എ പി അതിശക്തമായി എതിർത്താൽ ആരാ ജയിച്ചു വരികയെന്ന് അവിടുത്തെ സ്ഥിതിയിൽ എല്ലാവർക്കും അറിയാലോ. അത് ബി ജെ പി അല്ലേ. ബി ജെ പി ജയിച്ചു വന്നല്ലോ. അപ്പോൾ ബി ജെ പിയുടെ ബി ടീമായിട്ടല്ലേ ഫലത്തിൽ അവർ പ്രവർത്തിച്ചത്. ഇതേ കാര്യം തന്നെ ഹരിയാനയുടെ കാര്യം നോക്കൂ നിങ്ങൾ. ഹരിയാന നിയമസഭ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് അവർ തന്നെ കണക്കാക്കുന്നില്ല. എല്ലാവരും ഉറപ്പിക്കുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്താനാവും. എങ്ങനെയാണ് ബി ജെ പിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്? ബി ജെ പിയെ നേരിടാനുള്ള ശക്തി ഇന്ന് പലയിടത്തും നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്കില്ല. അപ്പോൾ സാധാരണഗതിയിൽ ബി ജെ പി എതിർക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒന്നിച്ച് നിർത്താൻ ശ്രമിക്കണം. ആ കാര്യം ചെയ്തോ കോൺഗ്രസ്? ഒന്നിച്ച് നിൽക്കാൻ സന്നദ്ധയുള്ളവരെയൊക്കെ അകറ്റിക്കളഞ്ഞില്ലേ? അതല്ലേ നടന്നത്. അതല്ലേ ബി ജെ പിയുടെ ജയത്തിലേക്ക് എത്തിച്ചത്. യഥാർത്ഥത്തിൽ ഫലത്തിൽ ബി ജെ പിയുടെ പാർട്ടിയായി മാറുകയല്ലേ ചെയ്തത്. ഇതല്ലേ നാം കാണേണ്ടത്. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കോളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യമേ തന്നെ കുളം കലക്കുന്ന നടപടിയെടുക്കും. രംഗം കലുഷിതമാക്കിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? രംഗം കലുഷിതമാകുമ്പോൾ അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് ബി ജെ പിക്കല്ലേ. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ആദ്യത്തെ കോൺഗ്രസിന് സമീപനം സ്വാധീനിച്ചില്ലേ? എല്ലാം ബി ജെ പിക്കല്ലേ സഹായകരമായിട്ട് വന്നത്. ഇങ്ങനെയെല്ലാം നേരത്തെ ചെയ്തവർ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കൂട്ടുകൂടാൻ തയ്യാറാകുന്നവർ, ഒരു കാലത്തും ബി ജെ പിയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കാൻ തയ്യാറാകും. അതൊന്നും നാട്ടിലേശുന്ന കാര്യമല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നല്ലതുപോലെ കളവ്, നുണ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പ്രചരിപ്പിച്ചാൽ അത് സത്യമായി അംഗീകരിക്കപ്പെടും എന്നുള്ള പഴയ ഗീബൽസിൻ്റെ സിദ്ധാന്തം ഉണ്ടല്ലോ. അതിൻ്റെ ആശാന്മാരായിട്ട് ആ പ്രവർത്തനങ്ങളൊന്നും നടത്തി നോക്കുകയാണ്. പക്ഷേ ഈ അനുഭവമൊന്നും നാടിനോ നാട്ടുകാർക്കോ മറക്കാൻ കഴിയുന്നതല്ല.